ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ പാനസോണിക്കിൻ്റെ 42 ഇഞ്ച് LED ടിവിയുടെ LED ബാക്ക് ലൈറ്റ് മാറുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇത്തരത്തിൽ കംപ്ലയിൻറ്റ് കാണിക്കുന്ന സമയത്ത് ഗ്രീൻ കളർ ഇങ്ങനെ വന്ന് നിൽക്കും. ജസ്റ്റ് നമുക്ക് ഒരു കുറച്ച് സെക്കൻഡുകളോ അല്ലെങ്കിൽ വളരെ കുറച്ച് സമയം തന്നെ പിക്ചർ അതിനകത്ത് വരും. ചെറുതായിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്കത് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മൾ ഫ്ലാഷ് ലൈറ്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെറിയ ടോർച്ചൊക്കെ അടിച്ച് ചേർത്ത് പിടിക്കുമ്പോൾ അകത്ത് പിക്ചർ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ റെഡ് ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് സാധാരണ പാനസോണിക്കിന് വരാറുള്ള ഒരു കംപ്ലയിൻ്റാണ്. ഒരു 4-5 വർഷം കഴിയുമ്പോൾ വരാറുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 6 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട്. മുമ്പ് ഇതേ കംപ്ലയിൻ്റ് ആയിട്ട് ഈ കസ്റ്റമർ ഇത് റീപ്ലേസ് ചെയ്തതാണ്. ഇപ്പോൾ വീണ്ടും കംപ്ലയിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് എന്തുകൊണ്ടാണ് പോയിരിക്കുന്നത് അതൊന്ന് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്ത് അത് റീഫിക്സ് ചെയ്യാൻ പോകണം നമ്മൾ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഒരു 42 ഇഞ്ചിൻ്റെ LED ബാക്ക് ലൈറ്റ് റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നത്. മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ളതൊക്കെ 43 അല്ലെങ്കിൽ കോമൺ സൈസുകളായിരുന്നു. ഇത് കുറച്ച് 42 ഇഞ്ച് കുറച്ച് റയർ ടൈപ്പാണ്. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഡിസ്പ്ലേ LG എന്ന ബ്രാൻഡിൻ്റെ ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. LGയുടെ 42 ഇഞ്ച് നല്ല ഡിസ്പ്ലേ ആണ്. 43 പോലെ തന്നെ നല്ല ഫുൾ HD നല്ല ഡിസ്പ്ലേ ആണ്. LGയുടെ 43 ഇഞ്ചും അതുപോലെ 48 ഇഞ്ചും സൈസിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ ടിക്കോമോളിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ LGയുടെ 42 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ പുതിയത് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ കുറച്ചായിട്ടുകൾ വന്നിട്ട് കുറച്ച് നാൾ മുമ്പ് വരെ ഡിസ്പ്ലേ ഉണ്ടായിരുന്നില്ല. 42 ഇഞ്ചിൻ്റെ കിട്ടാനുണ്ടായിരുന്നില്ല. ഇപ്പോൾ 43 ഇഞ്ചിൻ്റെ LG ഡിസ്പ്ലേ അതുപോലെ 42 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ മാറുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെ 42 ഇഞ്ചിൻ്റെ ഒക്കെ ഡിസ്പ്ലേ കംപ്ലയിൻറ്റ് മാറ്റി വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സർവീസ് സെൻ്ററിലോ അല്ലെങ്കിൽ ഇതുപോലെ സർവീസ് ചെയ്യുന്നവരോട് ചോദിച്ചു തന്നെ ഡിസ്പ്ലേ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്കത് മാറി ഉപയോഗിക്കും. ഈ പാനസോണിക് അതുപോലെ LG അങ്ങനെ 1-2 TV ബ്രാൻഡുകളോട് അതേ സെയിം ഡിസ്പ്ലേ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിൽ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്ത സമയത്ത് LED കണക്ടർ ഊരി അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് വളരെ ഡിഫറൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ ഒരു സൈഡിലെ LED വർക്കിങ്ങും അല്ല. 300 വോൾട്ടാണ് ഇവിടെ മീറ്ററിൽ റീഡിങ് LED ചെക്കറിൽ റീഡിങ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു സൈഡിൽ മാത്രമാണ് കറക്റ്റ് ചെറിയ രീതിയിലെങ്കിലും വോൾട്ടേജ് കാണിക്കുന്നത്. ഇതിൽ പവർ സപ്ലൈ കൂടാതെ ചെറിയൊരു ഡ്രൈവ് ബോർഡും ഉണ്ട്. LEDക്കുള്ള ഡ്രൈവ് സെപ്പറേറ്റ് ബോർഡാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള ഒരുവിധ LED ടിവികളെല്ലാം കോംബോ PCBകളാണ് വരുന്നത് ഇപ്പോൾ വരുന്നത്. പക്ഷേ മുമ്പുണ്ടായിരുന്ന കുറച്ച് നല്ല ടിവികളുടെ ബ്രാൻഡ് ടിവികളിലേക്ക് സെപ്പറേറ്റ് പവർ സപ്ലൈ വരുന്നുണ്ട്. പക്ഷേ പാനസോണിക്കിന് ഇവിടെ വന്നിട്ടുള്ളത് സെപ്പറേറ്റ് ഡ്രൈവ് ബോർഡ് അതിന് വന്നിട്ടുണ്ട്. പവർ സപ്ലൈ അല്ലാതെ തന്നെ ഡയറക്റ്റ് അല്ലാതെ തന്നെ സെപ്പറേറ്റ് ഒരു LED ഡ്രൈവ് വെച്ചിട്ട് അതിൽ നിന്നാണ് LEDക്കുള്ള സപ്ലൈ പോകുന്നത്. മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള എല്ലാം തന്നെ പവർ സപ്ലൈന്ന് ഡയറക്റ്റ് LED ഔട്ട്പുട്ടായിട്ട് അങ്ങനെ വരുന്നതാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ കുറച്ച് ഡിഫറൻ്റ് ആണ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സ്പീക്കറും അതുപോലെ ബാക്കിയുള്ള സെൻസർ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ടേബിൾ സ്റ്റാൻഡ് മൗണ്ട് ചെയ്യാനുള്ള ആ ഒരു അലുമിനിയത്തിൻ്റെ പീസ് 2 ഇതുപോലെ സ്ക്രൂ ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇവിടെ ഈ TV നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അഴിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ തടസ്സങ്ങളായിട്ടുള്ള ഒരുവിധ സാധനങ്ങളൊക്കെ നമ്മൾ അഴിച്ച് മാറ്റുന്നുണ്ട്. ഈ ടേബിൾ മൗണ്ട് ചെയ്യാനുള്ള ഒരു 2 മാറ്റിയാൽ മാത്രമേ നമുക്ക് ആ സ്കെയിലർ ബോർഡ് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുള്ളൂ. അത് പാനൽ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ആ ഒരു സെൻസറും അതായത് TVയുടെ IR സെൻസറോടെ അവിടുന്ന് ആ ഒരു ബോഡിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നുണ്ട്. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് LED ലൈറ്റ് എന്തുകൊണ്ടാണ് പോകുന്നത് അല്ലെങ്കിൽ എങ്ങനെ അത് അവോയ്ഡ് ചെയ്യാം, കുറച്ചൊക്കെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാം എന്നൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ കൂടി പറയുകയാണ്. മാക്സിമം അത് ഫുൾ ബ്രൈറ്റ്നസ്സിൽ എപ്പോഴും വർക്ക് ചെയ്യുകയായിരിക്കും. അതായത് ഒരു 100 ആണെങ്കിൽ എപ്പോഴും ഒരു 95 അല്ലെങ്കിൽ 90 ഉപയോഗിക്കുക. അതുപോലെ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന ഏരിയയിൽ പരമാവധി വയ്ക്കാതിരിക്കുക. അതായത് നമ്മൾ സൺ എക്സ്പോഷർ ഡയറക്റ്റ് കിട്ടുന്ന ഏരിയയിൽ വയ്ക്കാതിരിക്കുക. അത് TVക്കും പൊതുവെ പാനലിനൊക്കെ കംപ്ലയിൻറ്റ്സ് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ 42 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ LG അതുപോലെ പാനസോണിക് പിന്നെ അങ്ങനെ 1-2 മോഡൽസിൽ മാത്രമേ ഈ ഡിസ്പ്ലേ കാണാറുള്ളൂ. മുമ്പൊക്കെ ഈ ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാൽ TV ഒന്നും ചെയ്യാതെ മാറ്റി വയ്ക്കുകയാണ് ചെയ്യാറ്. പക്ഷേ ഇപ്പോൾ പുതിയ ഡിസ്പ്ലേകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ TV മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ സർവീസ് സെൻ്ററിലൊക്കെ ഒന്ന് അന്വേഷിക്കുക. ഡിസ്പ്ലേ ഒക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ LGയിലൊക്കെയാണ് കൂടുതലും ഈ 42 ഇഞ്ച് കുറേ വർഷം ഒരു 6-7 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ചെറിയ ലൈൻസുകളൊക്കെ വരാറുണ്ട്. അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പിക്ചർ ഫുള്ളായിട്ട് പോവുക, ഡബിൾ ഇമേജ് വരിക. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സാധനം നമുക്ക് ചിലതൊക്കെ റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് എത്ര ലൈഫ് കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ മാറ്റി വെച്ചിട്ടുള്ളവരാണെങ്കിൽ ഇത് ഒന്ന് അന്വേഷിക്കുക. സർവീസ് സെൻ്ററിലൊക്കെ 42 ഇഞ്ചിൻ്റെ പുതിയ ഡിസ്പ്ലേ വന്നിട്ടുണ്ട് നിലവിൽ. ഇവിടെ ഈ TV ഇതിനകത്ത് മുമ്പ് LED റീപ്ലേസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇതേ കംപ്ലയിൻറ്റ് മുമ്പ് വന്നപ്പോൾ 1 വർഷം മുമ്പ് വന്നപ്പോൾ റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഏകദേശം ഒരു 7 വർഷത്തോളം ആയി ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ടോട്ടലി 7 വർഷം കൂടുതലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അഴിച്ച സമയത്ത് നിങ്ങൾക്ക് കാണാം സെൻറ്ററിലെ LED മൊത്തം 5 LED സ്ട്രിപ്പാണ് വരുന്നത്. അതിനകത്ത് സെൻറ്ററിലെ LED നന്നായിട്ട് യെല്ലോ കളറായിട്ടുണ്ട്. കാരണം അത് മാത്രമാണ് അതിൻ്റെ മാറിയിട്ടുള്ളത്. ബാക്കിയുള്ളതൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. അതുപോലെ അതിൻ്റെ LED കണക്ടറെല്ലാം റിമൂവ് ചെയ്ത് ഡയറക്റ്റ് സോൾവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ കാണാം അത് പിന്നെ കറക്റ്റായിട്ട് അതിനകത്തൊരു സോൾവ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്, കണക്ടറല്ല.
ഇവിടെ നമ്മൾ എന്തായാലും LED കംപ്ലീറ്റ് ആയിട്ട് മാറുന്നുണ്ട്. അതിന് മുമ്പ് നമ്മൾ റിഫ്രാക്റ്റർ ഷീറ്റ് മാറ്റിയിട്ട് ഏതാണ് LED പോയതെന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ LED ചില സിംറ്റംസ് കാണിക്കുക, ഇടയ്ക്ക് ഇങ്ങനെ LED വർക്ക് ചെയ്യും, അതുപോലെ ചിലതായിട്ട് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് പോകുക, ഇതിൻ്റെ സിംറ്റംസ് ആണ്. അല്ലെങ്കിൽ താഴെ റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുക, അതുപോലെ ഗ്രീൻ മാത്രമായിട്ട് നിൽക്കുക, അതൊക്കെ ഇതിൻ്റെ സിംറ്റംസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു LED വരുന്നത് 8 LED ആണ്. അങ്ങനത്തെ 5 സ്ട്രിപ്പുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് കണക്ഷൻ വരുന്നതെന്നൂടെ നമുക്ക് നോക്കണം. മൊത്തം 5 LED. അതിനകത്ത് ടോപ്പ് സൈഡിൽ വരുന്നത് 2 സീരീസ്, അതുപോലെ താഴെ വരുന്ന 3 ഒരു സെറ്റ്, അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അത് രണ്ടും കൂടെ LED ഡ്രൈവിലോട്ടാണ് പോയിട്ടുള്ളത് നേരെ. ഇവിടെ ടോട്ടൽ വരുന്നത് 40 LED ഉണ്ട്. ഒരു സ്ട്രിപ്പിൽ 8 വെച്ചിട്ട് 5 LED, അപ്പോൾ 40 LED മൊത്തം വരുന്നുണ്ട് ഇതിനകത്ത്. അതിൽ 3 LED സ്ട്രിപ്പുകൾ താഴത്തെ വരുന്നത് 3 സീരീസിലാണ്, അതുപോലെ ടോപ്പ് സൈഡിൽ വരുന്ന 2 സീരീസിലാണ്. അങ്ങനെ 2 സെറ്റായിട്ടാണ് ഇതിൻ്റെ LED ഡ്രൈവിലോട്ട് കണക്ഷൻ കൊടുക്കുന്നത്. ചില ടിവികളിൽ ഇതിൽ ഫുൾ സീരീസ് ആയിട്ട് കൊടുക്കാറുണ്ട്, ചിലതിൽ ഈ പറഞ്ഞ പോലെ പകുതി ഡിവൈഡ് ചെയ്തിട്ടും അങ്ങനെ പറഞ്ഞത്. ഇതിൽ നമുക്ക് 3ഉം 2ആയിട്ടാണ് വരുന്നത്. ഇവിടെ നമ്മൾ താഴത്തെ ഒരെണ്ണം ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് വർക്കിംഗ് ആണ്. അതുപോലെ താഴ്ന്ന അങ്ങോട്ട് മേലെ നിന്ന് രണ്ടാമത്തെ വരുന്നതും വർക്കിംഗ് ആണ്. സെൻറ്റർ പോർഷനിലെ LED, അത് സെൻറ്ററിലുള്ള LED വർക്കിംഗ് അല്ല. ആ ഒരു കളർ ചേഞ്ച് ആയിട്ടുള്ള LED ഇവിടെ വർക്കിംഗ് അല്ല. അത് തന്നെയാണ് മുമ്പ് മാറിയിട്ടുള്ളതും. നമുക്ക് അത് കണ്ടാൽ മനസ്സിലാവും. ബാക്കിയെല്ലാം കുറച്ചുകൂടെയൊക്കെ വൈറ്റ് കളറായിട്ടുള്ള LEDകളാണ്. ആ സെൻട്രൽ പോർഷൻ വരുന്നത് കറക്റ്റായിട്ട് മനസ്സിലാവും, നല്ല യെല്ലോ കളറായിട്ടുണ്ട്. നമ്മൾ മുമ്പത്തെ വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ LED പോകുമ്പോൾ ഒരിക്കലും ഒരെണ്ണമായിട്ട് മാത്രം മാറരുത്, അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ മാറണം എപ്പോഴും. എങ്കിൽ മാത്രമേ അതിൻ്റെ അത്രയും മുമ്പ് വർക്ക് ചെയ്ത അത്ര ലൈഫ് വീണ്ടും അത് റീപ്ലേസ് ചെയ്യുമ്പോൾ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അങ്ങനെ മാറിക്കൊണ്ടിരിക്കേണ്ടി വരും ഓരോന്നും. അപ്പോൾ എപ്പോഴും നല്ലത് ഫുള്ളായിട്ട് മാറുന്നതാണ് എപ്പോഴും ബെല്ല. LEDകളെ ഫുൾ സെറ്റായിട്ട് തന്നെയാണ് എപ്പോഴും ടിവിയുടെ ലൈഫിനും ഒന്നുകൂടെ നല്ലത് അതാണ്. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരുവിധം LEDകളെല്ലാം ആ പോയ സ്ട്രിപ്പിനകത്ത് പോയിട്ടുണ്ട്. വളരെ കുറച്ച് LEDകൾ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. 3-4 LEDകളാണ് ആ പോയിരിക്കുന്ന സെൻട്രൽ പോർഷനിലെ LEDകളെ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് തന്നെ കാണാൻ ചെക്ക് ചെയ്തപ്പോൾ 4 LED മാക്സിമം വർക്ക് ചെയ്യുന്നത്. ഇവിടെ എന്തായാലും നമ്മൾ ആ കംപ്ലീറ്റ് LED റിമൂവ് ചെയ്തിട്ട് പുതിയ എല്ലാ LED 5 പുതിയതായിട്ട് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത് ഡയറക്റ്റ് ബാക്ക്ലൈറ്റ് LED വരുന്ന സിസ്റ്റമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ എഡ്ജ് LED ഉണ്ട്. അപ്പോൾ അതിനകത്തും ഈ പറഞ്ഞ പോലെ ഫുൾ സെറ്റ് തന്നെയാണ് എപ്പോഴും മാറാൻ നമുക്കല്ലോ. ഫുൾ സെറ്റായിട്ടാണ് എഡ്ജ് LED മിക്കവാറും കിട്ടാറുള്ളത്. ഇത്തരത്തിലുള്ള ടിവികളുടെ നമുക്ക് വേണമെങ്കിൽ സിംഗിളായിട്ട് മാറാം, പക്ഷെ അങ്ങനെ മാറിക്കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അത് നമ്മളൊരു ആ സമയത്തൊരു പൈസ ലാഭം മാത്രമേ നമുക്ക് അതുകൊണ്ട് കിട്ടുന്നത്. പിന്നീട് എന്തായാലും ഈ പറഞ്ഞ പോലെ അത് വീണ്ടും കംപ്ലൈൻ്റ് ആവും. അപ്പോഴും നമ്മൾ ഇതേ പ്രോസസ്സ് വീണ്ടും ചെയ്യണം, എല്ലാം കംപ്ലീറ്റ് അഴിച്ച്. ഇവിടെ ബോട്ടം സൈഡിലുള്ള 3 സീരീസായി കൊടുത്തുള്ള 3 വർക്കിംഗ് അല്ല, ടോപ്പ് സൈഡിൽ 2 സീരീസ് കംപ്ലീറ്റ് വർക്കിംഗ് ആണ്. അപ്പോൾ സെൻട്രൽ പോർഷൻ LED പോയതുകൊണ്ട് താഴത്തുള്ള സീരീസ് കംപ്ലീറ്റ് അല്ല, അതുകൊണ്ടാണ് ആ പോർഷൻ വർക്ക് ചെയ്യാത്തത്. അപ്പോൾ അത് സർക്യൂട്ട് ബോർഡിലോട്ട് വരുമ്പോൾ വോൾട്ടേജ് കറക്റ്റായിട്ട് ഔട്ട്പുട്ട് ഇല്ലാത്തതുകൊണ്ട് എറർ കാണിച്ചാണ് നിൽക്കും. പാനസോണിക്കിൽ അങ്ങനെയാണ്, ജസ്റ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും, റെഡ് ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ സോണിയുടെ LED TV ആണെങ്കിൽ അതിനകത്ത് LED പോകുമ്പോൾ LED ഇഷ്യൂ കൊണ്ട് വരുന്ന കംപ്ലൈൻറ്റുകൾ 6 ടൈം ബ്ലിങ്കിങ് കാണിക്കണം. അത് 6 തവണ ആ റെഡ് ലൈറ്റ് തന്നെ ബ്ലിങ്ക് ചെയ്തിട്ടിരിക്കും, കണ്ടിന്യൂസ് ഇങ്ങനെ റിപ്പീറ്റ് സൈക്കിളായിട്ട് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തിട്ടിരിക്കും. സോണിക്ക് വരുന്നത് അങ്ങനെയാണ്. സാംസങ്ങും ഈ പറഞ്ഞ പോലെ നമുക്ക് പിക്ചർ കാണാൻ പറ്റില്ല, സൗണ്ട് കേൾക്കും. സോണിക്ക് മാത്രമാണ് ഈ പറഞ്ഞ പോലെ എറർ ഉള്ളത്. LED പോകുമ്പോൾ 6 ടൈം ബ്ലിങ്കിങ് കാണിക്കും. അത് LED സപ്ലൈ അല്ലെങ്കിലും ഡ്രൈവ് സെക്ഷനിൽ കംപ്ലൈൻറ്റ് വരുമ്പോൾ അതേ ഇഷ്യൂ ആണ് കാണിക്കുക. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് റെക്ടിഫൈ ചെയ്യണം. നമ്മൾ ആ ടോപ്പ് സൈഡിലുള്ള LED പറഞ്ഞാൽ അഴിച്ചെടുത്തിട്ടുണ്ട്, നിങ്ങളെ കാണാം. അത് കംപ്ലീറ്റ് അഴിച്ചെടുത്തിട്ടുണ്ട്, ആ LED സ്ട്രിപ്പ് കംപ്ലീറ്റ് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ 5 LED റിമൂവ് ചെയ്തിട്ട് അവിടെ എല്ലാം പുതുതായിട്ട് LED എല്ലാം റീപ്ലേസ് ചെയ്യാൻ പോകണം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും നല്ലതും. അതുപോലെ ഒന്നുകൂടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ നല്ലതാണ്. നല്ല ബ്രൈറ്റ്നസ്സും എന്തായാലും കിട്ടും ഇത്തരത്തിൽ ഫുള്ളായിട്ട് മാറുന്ന സമയത്ത്. ഇവിടെ നേരത്തെ മാറിയിരിക്കുന്നത് ഒരെണ്ണം മാത്രമേ മാറിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് നാൾ മാത്രമേ ഇത് വർക്ക് ചെയ്തിട്ടുള്ളൂ, 1 വർഷം പോലും കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ട പോലെ തന്നെ അതിനകത്തുള്ള LEDകളുടെ കണക്ടർ റിമൂവ് ചെയ്തിട്ട് സോൾഡറിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് പ്രശ്നമൊന്നുമില്ല, നമ്മൾ കണക്ടർ ലൂസ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും ലൂസ് കോൺടാക്ട് വരുന്നതുകൊണ്ട് അങ്ങനെ ഡയറക്റ്റ് കൊടുത്തായിരിക്കാം. അപ്പോൾ എപ്പോഴും നല്ലത് ഫുൾ സ്ട്രിപ്പായിട്ട് മാറുന്നതാണ്. നമ്മളിവിടെ ഫുൾ സ്ട്രിപ്പ് തന്നെ മാറുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് സൈഡിൽ 2 സീരീസ്, അതുപോലെ താഴെ വരുന്ന 3 സീരീസ്. അപ്പോൾ നമ്മൾ ടോപ്പ് സൈഡിൽ 2 കണക്റ്റിന് ശേഷം അത് സീരീസ് ആക്കി കൊടുക്കുന്നു. താഴെ അതുപോലെ ചെയ്തിട്ടാണ് ഇത് റിമൂവ് ചെയ്യുന്നത്. അതിനായിട്ട് ആദ്യം നമ്മൾ എല്ലാ LED അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ടാണ് LEDകൾ ഒട്ടിച്ച് വെക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ ഒരെണ്ണം ഇവിടെ ഒട്ടിക്കുന്നത് കാണിക്കുന്നുണ്ട്, ബാക്കി ചെയ്യുന്നത് കുറച്ച് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ലെങ്ത് ആവേണ്ട വിചാരിച്ചിട്ടാണ് ആ താഴെയുള്ള 4 LEDകൾ ഫിക്സ് ചെയ്യുന്നത് അതിനകത്ത് കാണിക്കാത്തത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണിക്കുന്നത് ടോപ്പ് സൈഡിലുള്ള LED മാത്രമാണ് ഫിക്സ് ചെയ്യുന്നതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ബാക്കിയുള്ള 4 നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അതും സെയിം പ്രോസസ്സ് തന്നെ എടുത്തിട്ട് ഇതേപോലെ ഡബിൾ സൈഡ് ടൈപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നു. ഇതേപോലെ നമ്മൾ 5 പുതുതായിട്ട് മാറിയിട്ടുണ്ട്. അത് വളരെ നീറ്റായിട്ട് തന്നെ സോൾവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബോഡിയായിട്ട് കറക്റ്റായിട്ട് ടെമ്പറേച്ചർ പോകുന്ന രീതിയിൽ തന്നെ അത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ.
അതിനുശേഷം നമ്മൾ ആ LED കണക്ടറിൽ അതിൻ്റെ LED ഡ്രൈവിലേക്ക് കൊടുത്ത് പവറൊന്ന് കൊടുക്കാൻ പോവാണ്. LED ചെക്ക് ചെയ്യണം, നമുക്ക് വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. സോണിയിൽ നമുക്ക് ഇത്തരത്തിൽ LED ഇട്ട് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് വളരെ സെക്കൻഡുകൾ മാത്രമേ അത് ജസ്റ്റ് LED ബ്ലിങ്ക് ചെയ്യുള്ളൂ. അപ്പോൾ തന്നെ അത് എററിലേക്ക് പോകും. കാരണം പാനലില്ലെങ്കിലും ഈ പറഞ്ഞ പോലെ സോണിയിൽ എറർ കാണിക്കും, 5 ടൈം എറർ കാണിക്കും. അപ്പോൾ ഇതിൽ ആ പ്രശ്നമില്ല, LED എല്ലാം വർക്കിംഗ് ആണ്. നിങ്ങൾക്കിവിടെ കാണാം, അതിനകത്ത് കണക്ട് ചെയ്യുന്ന എല്ലാ LEDയും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല ബ്രൈറ്റ്നസ്സും ഉണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് അതിനകത്ത് ഉണ്ടായിരുന്ന ആ ഒരു ഡബിൾ സൈഡ് ടാപ്പൊക്കെ, അതായത് ആ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന കേബിളിലൊക്കെ എടുത്ത് മാറ്റി രണ്ടാമത് ആ ഇളകാത്ത രീതിയിൽ തന്നെ അതിൻ്റെ വയറുകളൊക്കെ കറക്റ്റ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ശേഷം ആ റിഫ്ലക്ടർ ഷീറ്റ് ഇളകി വരാതിരിക്കാൻ വേണ്ടി ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് അതും ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാൻ വളരെ നീറ്റായിട്ട് തന്നെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഡിഫ്യൂഷൻ ഷീറ്റ് കൂടെ പ്ലേസ് ചെയ്യുന്നുണ്ട്. 3 ലെയർ ഷീറ്റ് വരുന്നുണ്ട്. ഒന്ന് ഹാർഡായിട്ടുള്ളതും ബാക്കി 2 ഇത് വളരെ തിന്നായിട്ടുള്ള ഡിഫ്യൂഷൻ ഷീറ്റാണ് വരുന്നത്. അതെല്ലാം തന്നെ നമ്മൾ വളരെ നീറ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിനകത്ത് വരുന്ന ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്, ടിഷ്യൂ വെച്ചിട്ട് വൈപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോഴും പറയാനുള്ളതാണ്, ഇങ്ങനൊരു വീഡിയോ കണ്ടതിന് ശേഷം ഒരിക്കലും LED മാറാൻ അങ്ങനെ ചെയ്യരുത്. കാരണം ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആവാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. പൊട്ടാനും അതുപോലെ കോഫ് ഇളകി ലൈൻസ് വരാനൊക്കെ സാധ്യതയുണ്ട്. ഇവിടെ മുമ്പ് ഇതിനകത്ത് ഓൾറെഡി ഒരു ലൈൻ ഉണ്ടെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെർട്ടിക്കലി ഒരു സെൻട്രൽ പോർഷനിൽ ചെറിയൊരു 2-3 mm വീതിയിൽ ഒരു ലൈൻ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് കുഴപ്പമില്ല, അവർക്ക് ഈ പ്രശ്നമാണ് അവരുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് LED മാറ്റിയിട്ടുള്ളത്. പിന്നെ ചിലർക്ക് ഉണ്ടാകുന്നൊരു ഡൗട്ടാണ്, ഈ LED വരുന്ന ഡിസ്പ്ലേയുടെ കംപ്ലൈൻറ്റ് എല്ലാം ശരിയാക്കാൻ പറ്റുമോ, അതെങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പല ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഈ ലേസർ മെഷീൻ വെച്ചിട്ട് അത് ഷോർട്ട് കളയുന്ന രീതിയൊക്കെ എങ്ങനെയാണ്. അപ്പോൾ എല്ലാ മോഡൽസിലും നമുക്കത് എത്ര സക്സസ് ആകുന്നുള്ളത് അതിൻ്റെ എല്ലാ കണ്ടീഷൻ പോലെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ചില ടിവികൾ റെഡി ആയി കഴിഞ്ഞാൽ കുറേ അധികം ലൈഫ് കിട്ടാറുണ്ട്, കുറച്ചധികം ലൈഫ് കിട്ടാറുണ്ട്. പക്ഷേ നമ്മളത് കുറേ നാൾ ആ കംപ്ലൈൻറ്റ് വെച്ചിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്താലും പെട്ടെന്ന് തന്നെ കംപ്ലൈൻറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ഇതിനകത്തുള്ള ലൈന് വരാനുള്ളൊരു കാരണം അത്രയും ഏജ് ആയതുകൊണ്ട് ആ സെല്ലുകൾ വീക്കായിട്ട് ഷോർട്ടായിട്ട് പോകുന്നതാണ്. പെർമനൻ്റായിട്ട് സെല്ലുകൾ ഡാമേജ് ആകുമ്പോൾ പിന്നെ നമുക്കത് ആ ഒരു വെർട്ടിക്കലായിട്ടുള്ള ലൈൻസുകളോ അതുപോലെ മാർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ സ്റ്റിൽ അത് എപ്പോഴും ഉണ്ടായിരിക്കും. നമുക്ക് ഇൻറ്റേർണലി പിക്സൽ ഡെഡ് ആയതോ അല്ലെങ്കിൽ ഇങ്ങനെ പെർമനൻ്റായിട്ട് ഡാമേജ് ആയതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ അങ്ങനെ ഒരു സ്റ്റിൽ ആ ഒരു പാട് എപ്പോഴും അതിനകത്ത് ഉണ്ടായിരിക്കും. അല്ലാതെ വരുന്ന ഫ്ലിക്കറിങ് അതുപോലെ ഈ ഡബിൾ ഇമേജൊക്കെ നമുക്ക് സോൾവ് ചെയ്താലും ചിലതൊക്കെ കൂടുതൽ ലൈഫ് കിട്ടും. LGയിലൊക്കെ ഡിസ്പ്ലേ റിപ്പയർ ചെയ്യുകയാണെങ്കിലും ഒരു 1 ഇയർ അടുത്ത് നമുക്ക് ലൈഫ് കിട്ടാറുണ്ട്. ചില ടിവികളിൽ ചെയ്ത് കഴിഞ്ഞാലും പിക്സൽ മിക്സിങ് ആയതുപോലെ അല്ലെങ്കിൽ ചെറിയ നാരോ ലൈൻസുകളൊക്കെ ആയിട്ട് അവിടെ കാണാറുണ്ട്. അപ്പോൾ എത്രത്തോളം അത് സക്സസ്ഫുൾ ആയെന്നുള്ള അതിൻ്റെ കണ്ടീഷൻ പോലെ ഇരിക്കും. അപ്പോൾ അത് എല്ലാ മോഡൽസും സക്സസ് അല്ല. പക്ഷേ എന്നാൽ ചില കംപ്ലയിൻസുകൾ, അതായത് നമ്മൾ ഈ കോഫിൽ അല്ലെങ്കിൽ കൊറോഷൻ വരിക അല്ലെങ്കിൽ കോഫ് പോകുമ്പോൾ അങ്ങനെ വെർട്ടിക്കൽ ഫുൾ ബ്ലാക്ക് കളർ ബാറുകൾ വരിക, അതൊക്കെ നമുക്ക് റിപ്പയർ ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനത്തെ കംപ്ലൈൻറ്റുകളൊക്കെ ആ പാർട്ടിൻ്റെ കംപ്ലൈൻറ്റ് ആയതുകൊണ്ടാണ്, അല്ലാതെ പിക്സൽ ഇൻറ്റേർണലി വരുന്ന ഷോട്ടുകളല്ല. അല്ലാത്ത ഈ പറഞ്ഞ കോഫുകളോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും വാട്ടർ ഡാമേജോ അല്ലെങ്കിൽ കോഫ് കത്തിപ്പോവുക അങ്ങനെയൊക്കെ വരുന്ന ഇഷ്യൂ നമുക്ക് ഒരുവിധമൊക്കെ റിപ്പയർ ചെയ്ത് ശരിയാക്കി കുറേ നാൾ ലൈഫ് കിട്ടുന്നതാണ്. നമ്മൾ റിയൽമി അതുപോലെ ഇൻഫിനിക്സ് അങ്ങനെ കുറേ ബ്രാൻഡുകളുടെ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യുന്ന ചാനൽ ചെയ്തിട്ടുണ്ട്. അത് ചെയ്യാനുള്ള മെയിൻ കാരണം ആ ഡിസ്പ്ലേ റിപ്പയർ ചെയ്താലും വലിയ ലൈഫ് കിട്ടാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ മനസ്സിലാക്കി വയ്ക്കുക. അങ്ങനെ തൽക്കാലം നമ്മളൊരു 3-4 മാസത്തേക്ക് അങ്ങനെ ചെയ്തിട്ട് അത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഫുള്ളായിട്ട് റീപ്ലേസ് ചെയ്ത് നമ്മൾ LGയുടെയും BOയുടെയൊക്കെ ഡിസ്പ്ലേ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം പിക്ചറൊക്കെ വന്നിട്ടുണ്ട്. താഴെ HDMI എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. സെൻട്രൽ പോർഷനിൽ ഒരു വെർട്ടിക്കൽ ലൈൻ ഉണ്ട്, അത് ഓൾറെഡി കസ്റ്റമർ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കിവിടെ കാണാം ഒരു 2 mm അല്ലെങ്കിൽ 3 mm വീതിയിൽ ചെറിയൊരു ലൈൻസ് ഉണ്ട്. നോർമലി ഇങ്ങനത്തെ കംപ്ലയിൻറ്റ്സ് വരാനുള്ള പിക്സലിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട്, അതായത് ഇൻറ്റേർണലി വരുന്ന കംപ്ലയിൻ്റ് കൊണ്ട് വരാം. പിന്നെ ബ്ലാക്ക് ലൈൻസൊക്കെ ആണെങ്കിൽ കോഫ് പോയതുകൊണ്ടും വരാറുണ്ട്. പക്ഷേ ഇവിടെ അത് കോഫ് പോയതല്ല, അത് അതിൻ്റെ അത്രയും നാൾ വർക്ക് ചെയ്തുകൊണ്ട് വരുന്നൊരു കംപ്ലയിൻ്റാണ്. അപ്പോൾ അവർക്കത് പ്രശ്നമില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ രീതിയിൽ തന്നെ അത് അങ്ങനെ തന്നെ കൊടുക്കുന്നുണ്ട്. ബാക്കി LED ഇഷ്യൂ നമ്മൾ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് ഡയഗ്നോസ് ചെയ്തിട്ട് അത് ഫുള്ളായിട്ട് റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെ പണ്ടത്തേനേക്കാൾ നല്ല ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നമുക്ക് പിക്ചർ കാണുമ്പോൾ ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും. ഈ ഒരു മോഡൽ നല്ല അത്യാവശ്യം ലൈഫുള്ളൊരു പാനസോണിക്കിൻ്റെ മോഡലാണ്. LG ഡിസ്പ്ലേ ആയതുകൊണ്ടാണ് ഇത്രയും കാലം നിന്നത്. അപ്പോൾ ഇപ്പോഴും ഇനിയും വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് പുതിയ ഡിസ്പ്ലേ ഇട്ടിട്ട് എന്തായാലും ഒരു 6-7 വർഷം കൂടുതൽ ഉപയോഗിക്കാം. എന്തായാലും അത് ഇപ്പോൾ നിലവിൽ ഡിസ്പ്ലേ എല്ലാം അവൈലബിൾ ആണ്. ഇതും പറഞ്ഞ പോലെ 2 കോഫ് വരുന്നുണ്ട് ഇതിനകത്ത്. ലെഫ്റ്റ് സൈഡിൽ 2 റൈറ്റ് സൈഡിൽ 2 വരുന്നുണ്ട്. LGയുടെ 43 ഫുൾ HDയുടെ അതേ ഒരു കാണാൻ ഏകദേശം സിമിലർ തന്നെയാണ്, പക്ഷേ സൈസിൽ വ്യത്യാസമുണ്ട്. എല്ലാം റീഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനകത്തുള്ള ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. വളരെ നീറ്റായിട്ട് തന്നെ നമ്മളെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാം ഒരു പൊടി പോലും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ അകത്ത് അതിൻ്റെ ഇൻറ്റേർണൽ പാർട്സ് എല്ലാം ക്ലീൻ ചെയ്തിരിക്കുന്നത്. ശേഷം ബാക്കോടെ ക്ലോസ് ചെയ്തിട്ട് നമുക്കൊരു പിക്ചർ കണ്ടു നോക്കാം. ഇവിടെ കാണാം സെൻറ്ററിലൊരു വെർട്ടിക്കൽ ലൈൻ ഉണ്ട്, അത് ഒഴിച്ച് നോക്കിയാൽ ബാക്കിയെല്ലാം വളരെ പെർഫെക്റ്റ് ആണ്. നല്ല ബ്രൈറ്റ്നസ്സും ഉണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള പിക്ചർ തന്നെയാണ്. LGയുടെ ഡിസ്പ്ലേ ആയതുകൊണ്ട് IPS ഡിസ്പ്ലേ ആയതുകൊണ്ടാണ് ഇത്രയും ആ ഒരു പിക്ചർ കോൺട്രാസ്റ്റും നല്ലൊരു ആ ഒരു ഇതുപോലെ റിഫ്രഷ് റേറ്റൊക്കെ ഉള്ളത്.
വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.